എങ്ങോട്ടാ പോണേന്നറിയോ? ഇന്ന് ഞങ്ങൾക്കൊരു ബ്ലഡ് ഡൊണേഷൻ ഉണ്ട്. ഞാനുണ്ട്, അൻസാർക്ക് ഉണ്ട്, പിന്നെ റമീൻക്ക് ഉണ്ട്. ഫിറോസ്ക്ക് നജാബിക്ക് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വരുന്നത് മൂറക്കിലാണ് കേട്ടോ. കിങ് അഹമ്മദ് ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. ഈ ഹോസ്പിറ്റൽ അടിപൊളി ഹോസ്പിറ്റലാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നടന്നു. പാർക്കിങ്ങിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാൻ കേട്ടോ. ഇത് വേറൊരു ബ്ലോക്ക് ആയിട്ട് വരുന്നത്. ഇന്ന് ഇവിടെ ഇത് നടത്തുന്നത് ആരാന്ന് വെച്ചാൽ ബെഹ്റയും പ്രതിഭയാണ് കേട്ടോ. അവരുടെ കീഴിലാണ് കേട്ടോ ഇന്നത്തെ ഇവിടുത്തെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വരുന്നത്. പ്രതിഭയുടെ ക്യാമ്പ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടെ എത്തിയ പാടെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അത് ഫോണിലായിരുന്നു. അതാണെച്ചാൽ ഫില്ല് ചെയ്ത് തീരുന്നുണ്ടാകും. ഇഷ്ടം പോലെ ചോദ്യങ്ങൾ. അത് ചെയ്തോ, ഇത് ചെയ്തോ, ഇതാണോ, അങ്ങനെയാണോ, കുറേ ചോദ്യങ്ങളുണ്ട്. എല്ലാവർക്കും മടുപ്പായി. ഇതിൽ ടിക്കിട്ട് തീരുന്നില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു. ഫിറോസ് കപ്പത്തിനും വളണ്ടിയർ ആയിട്ടാ ഇവിടുന്ന് ഒരു ടാഗ് കിട്ടി. അതൊക്കെ എടുത്തിട്ട് ഇരിക്കുക. അങ്ങനെ ഞാൻ തന്നെ ആദ്യം പോയിട്ടാ. ഇവിടെ തിരക്കൊന്നുമില്ല കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ നേഴ്സുമാരുണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് എന്താവും എൻ്റെ ഞരമ്പ് രണ്ട് കയ്യിലും കിട്ടുന്നുണ്ടായിരുന്നില്ല. രണ്ട് കയ്യിൽ ആദ്യം മാറി നോക്കി. പിന്നെ കിട്ടി. ഞങ്ങളെല്ലാരും കൊണ്ടുവന്ന നജാബിക്കാണ് കേട്ടോ. നജാബിക്ക പ്രതിഭയുടെ വളണ്ടിയർ. പിന്നെ ഞാൻ അൻസാർക്ക് വന്നു. പിന്നെ റമീം വന്നു. റമി ആദ്യമായിട്ടാണ് കൊടുക്കണേ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് ആൾക്ക്. പിന്നെ ഫിറോസ്ക്കെ വന്നു. ഞാൻ നാട്ടിലുള്ളപ്പോ ഇതുവരെ ബ്ലഡ് ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് പേടിയായിരുന്നു സൂചി എന്ന് പറഞ്ഞ. പിന്നെ ഇവിടെ വന്ന് ഞാൻ ഒരു വട്ടം കൊടുത്തു. പിന്നെ എനിക്കത് ഓക്കെ ആയി. അങ്ങനെ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ 3 മാസം ഇടവിട്ട് ഇങ്ങനെ കൊടുക്കും. രക്തദാനം മഹാദാനം എന്നല്ല. അപ്പൊ ഇടയ്ക്കൊക്കെ ബ്ലഡ് കൊടുക്കണത് നല്ലതാട്ടെ. ബ്ലഡ് കൊടുക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. കാരണം നമ്മ മനുഷ്യന്മാരല്ലേ, നമുക്കൊരു ആവശ്യം എപ്പോഴേ വരാന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ഒക്കെ തരാൻ വേണ്ട. നഴ്സുമാരൊക്കെ നല്ല നഴ്സുമാരായിരുന്നു കേട്ടോ. കാരണം അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഞരമ്പ് കിട്ടാണ്ട് അവിടെ ഇവിടെ ഒക്കെ ഇട്ട് കുത്തി നമ്മളെ വെറുതെ വേദനിപ്പിക്കും. പക്ഷെ ഇവിടെ ഒന്നും അറിഞ്ഞൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് കുത്തിയ സാധനം എടുത്തു. റമീനാച്ച നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്താവോന്ന് അറിയാണ്ട് ഇടയ്ക്കിടയ്ക്ക് അൻസാർക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങള് നേരത്തെ എത്തിയോണ്ട് ഞങ്ങൾ വേഗം കയറിയിട്ടാ. പിന്നെ അതിനുശേഷം കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ വേഗം കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി ഇവരിവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ജ്യൂസൊക്കെ എടുത്ത് കുടിച്ച് അവിടെ ഇരുന്ന് കുറച്ചേരം. അപ്പൊ ഇതിന് അവരും കഴിഞ്ഞു ഇറങ്ങി ഞങ്ങൾ പുറത്ത് കിട്ടാം. പ്രതിഭയുടെ വളണ്ടിയേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവർക്ക് ഇനി ഇതുപോലത്തെ നല്ല ക്യാമ്പുകളൊക്കെ നടത്താൻ പറ്റട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു ഫുഡിന്റെ ബോക്സും കിട്ടി. പിന്നെ ഒരു ടീഷർട്ടും കിട്ടിട്ടാ. ഇവരുടെ തന്നെ ഹോസ്പിറ്റലിന്റെ ഒരു ടീഷർട്ടും കിട്ടി. അപ്പൊ പിന്നെ അത് വാങ്ങി നേരെ റൂമിലോട്ട് വിട്ടു. അപ്പൊ ഇന്ന് ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ കാണാം. ഓക്കെ, ബൈ.